സോ പ്രാക്ടിക്കലി നമ്മൾക്ക് എങ്ങനെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക, അതേപോലെ തന്നെ ചാർട്ട്സിനെ എങ്ങനെ പ്രൊഫഷണലി അനലൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ സെഷനിൽ വേഗം കവർ അപ്പ് ചെയ്യാം. ഓക്കെ, സോ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കാരണം നമ്മൾ ട്രേഡിങ്ങിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്, ചാർട്ട് അനലൈസിസ്. ഓക്കെ, അപ്പൊ ഈ ചാർട്ട് അനലൈസിസിൽ ഇന്നലെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ HDFC ബാങ്കിൽ കാണുക. ഫസ്റ്റ് തന്നെ സ്ക്രീൻ കാണില്ലേ എന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്യാം. സ്ക്രീൻ കാണുന്നില്ലേ കൺഫേം ചെയ്യാം. So, ഇതാണ് HDFC ബാങ്കിന്റെ ഒരു 5 മിനിറ്റിലെ ചാർട്ട്. അപ്പൊ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എന്ന ആപ്ലിക്കേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്ത്. ട്രേഡിംഗ് വ്യൂ ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം. എനിക്ക് അതിനനുസരിച്ച് സെഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ നോട്ട് യൂസ്ഡ്. അപ്പൊ നമുക്ക് ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ബിഗിനർ ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ്, നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ എടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വരും. അതായത് വെബ്സൈറ്റ് ഓപ്പൺ ആവും. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. ആൻഡ് ഇതിന്റെ റൈറ്റ് സൈഡിൽ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏരിയ ഉണ്ട്. ഈ വാച്ച് ലിസ്റ്റിൽ നമ്മൾ മേജർ ആയിട്ടുള്ള സ്റ്റോക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മേജർ ആയിട്ടുള്ള സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, അതേപോലെ നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്സിന്റെ മൊത്തത്തിലുള്ളൊരു അനലൈസ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റി 50 അതായത് മൊത്തം സ്റ്റോക്സിന്റെ ഒരു പെർഫോമൻസ് ഈ ഒരു ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിഫ്റ്റി വേറൊരു സ്റ്റോക്ക് ആണ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും അറിയുന്ന ഒരു സ്റ്റോക്കിന്റെ ഒരു കമ്പനിയുടെ പേര് പെട്ടെന്നൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞടാ. നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു കമ്പനിയുടെ പേര് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു സാധാ ഒരു കമ്പനി. ഏതെങ്കിലും കുറച്ച് കമ്പനീസ് ഒന്ന് വേഗം ചാറ്റ് ബോക്സിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത്. നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കമ്പനീസ്. റിലയൻസ്, ഓക്കെ. ജിയോജിത്ത്, ഓക്കെ. TCS, ഓക്കെ. ജിയോജിത്ത് ഞാൻ മാർക്കറ്റില് ഇവിടെ കണ്ടോ, ജിയോജിത്ത് എന്ന് കൊടുത്തപ്പോ ജിയോജിത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ കമ്പനീസ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്പനീസിന്റെ ചാർട്ട്സ് എനിക്ക് ഓപ്പൺ ആവും. ഓക്കെ, കമ്പനീസിന്റെ ചാർട്ട്സ് എനിക്ക് ഇവിടെ ഓപ്പൺ ആവും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന്റെ ചാർട്ട്സ് കാണണമെന്നുണ്ടെങ്കിൽ സി ഓൺ സൂപ്പർ ചാർട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്താൽ മതി. അതില് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഓപ്പൺ ആയി വരും. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഓപ്പൺ ആയിട്ട് വരും. ക്ലിയർ? ഇത്രയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഈ ബ്രിട്ടാനിയയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയത് വരെയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുക. വി ക്യാൻ നോ. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു ചാർട്ടിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ. ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ബ്രിട്ടാനിയയുടെ ഇപ്പൊ ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ താഴെ കണ്ടിരിക്കുന്ന ഈ ലൈൻ കണ്ടോ? ഈ ലൈൻ വരുന്ന ഏരിയ ഒരു റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുക, ഈ സൈഡ് ശ്രദ്ധിക്കുക, റൈറ്റിലെ ഈ സൈഡ് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 5800 5700 റേഞ്ചിലാണ് ബ്രിട്ടാനിയയുടെ ഈ ഒരു റേഞ്ച് കാണുന്നത്, 5800. ആൻഡ് എനിക്ക് കമന്റ് ബോക്സിൽ വേഗം ഒന്നും പറഞ്ഞേ, ഇന്നലത്തെ സെഷൻ അനുസരിച്ച് ഈ 5800 എന്ന് പറയുന്ന പ്രൈസ്
ഫിഷിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞിടാം. കമന്റ് ബോക്സിൽ വേഗം അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു പ്രൈസ് റേഞ്ചിനെ വിളിക്കുന്ന പേര് സപ്പോർട്ട്. എക്സാക്ട്ലി, കറക്റ്റ് 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 കറക്റ്റ്. ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ബ്രിട്ടാനിയക്ക് വരുന്ന പോയിന്റ് ആണ് ഈ പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് പോയിന്റ്സ്. കാരണം ഇവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം, അതേപോലെ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ബ്രിട്ടാനിയയുടെ എമൗണ്ട് അവിടെ വന്നിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് സപ്പോർട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് ജസ്റ്റ് എടുത്തു തരാം. ഈ HDFC Bank. ഓക്കെ, HDFC Bank. ഓക്കെ, HDFC ബാങ്കിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാല് യു ക്യാൻ സീ എന്തുണ്ടടാ ഈ ഒരു റേഞ്ചിൽ, അതായത് 992 റേഞ്ച് ആണത്. ഏകദേശം 990 എന്ന് പറഞ്ഞ റേഞ്ച് ആണ് ഇതിന്റെ സപ്പോർട്ട് ആയിട്ട് വരുന്നത്. and ഏകദേശം ഈ ഒരു റേഞ്ച് 1006, 1000 to 1006, ഈ ഒരു റേഞ്ച് ആണ് ഇതിന്റെ സപ്പോർട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ ഇവിടെ ഈ ഒരു റേഞ്ചിൽ വന്നപ്പോ മേലോട്ട് 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 പോയില്ലേ, ആൻഡ് ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോ താഴോട്ട് 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 വന്നു. വീണ്ടും ഈ താഴോട്ട് 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 വന്ന് ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോ കണ്ടോ ഇവിടുന്ന് മേലോട്ട് പോയി. മേലോട്ട് പോയിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ സ്റ്റോക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു ലൈവ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ എക്സാമ്പിള്. താഴെ സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മേലേക്ക് പോകും, മേലില് റെസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് വരും, വീണ്ടും റെസിസ്റ്റൻസിൽ നിന്ന് താഴേക്ക് വന്നു, താഴേക്ക് വന്നു, ഇവിടെ വരെ എത്തി, ഇവിടെ നിന്ന് ഒരൊറ്റ സ്പൈക്ക് വന്നു മേലോട്ട്. അപ്പൊ ഇതേപോലെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് മാർക്കറ്റില്. ക്ലിയർ ആണോ? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ഒരു എക്സാമ്പിൾ ക്ലിയർ ആണോ? ഇനി ഇതിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളൊരു അനലൈസിസ് നമുക്ക് നോക്കാം. എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളൊരു അനലൈസിസ്. ഇന്ന് ഞാൻ എടുത്തൊരു ട്രേഡിന്റെ അനലൈസിസ് ആണ്. ടാറ്റ, ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയ ഒരു ട്രേഡാണ്, ഇത് പ്രോഫിറ്റ് അടിച്ച ഒരു ട്രേഡാണ്. ഇപ്പൊ രണ്ടും നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതില് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സപ്പോർട്ട് പോയിന്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നപ്പോ ഞാൻ ഇവിടുന്ന് ഒരു ഷോർട്ട് എൻട്രി എടുത്തു. ഞാൻ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോകുന്നില്ല. സിമ്പിള് വേറെ എക്സാമ്പിൾസ് ഉണ്ടോ നോക്കാം. മാർക്കറ്റിൽ തന്നെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഇനി സപ്പോർട്ടും റെസിസ്റ്റൻസും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ചതുര കട്ടയുടെ ഉള്ളിൽ മാത്രം, അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ ഉള്ളൊരു റേഞ്ചിൽ മാത്രം ആവണമെന്നില്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇങ്ങനെ 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 പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇങ്ങനെയാണ് വരാം. ഇത് സപ്പോർട്ട്, ഇത് സപ്പോർട്ട്, ഇത് സപ്പോർട്ട്, ഇത് സപ്പോർട്ട്, ഇത് റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ്. ആ ഒരു രീതിക്ക് വേണമെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരാം. അപ്പൊ ബേസിക്കലി ഇത്ര ഉള്ളൂ. അതായത് താങ്ങി നിർത്തുന്ന ഒരു പോയിന്റിനെ നമുക്ക് സപ്പോർട്ട് എന്ന് വിളിക്കാം. ഓക്കെ, താങ്ങി നിർത്തുന്ന, പ്രൈസിനെ താങ്ങി നിർത്തുന്ന ഒരു പോയിന്റിനെ നമുക്ക് സപ്പോർട്ട് എന്ന് വിളിക്കാം. ഇപ്പൊ ഇവിടെ നോക്കടാ, അതായത് യു ക്യാൻ സീ ഇവിടെ കണ്ടോ, ഇവിടെ പ്രൈസിനെ താങ്ങി നിർത്തുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ലൈൻ. ഈ ഒരു ലൈൻ ഞാൻ വരച്ചത് എന്താണ്, പ്രൈസിനെ താങ്ങി നിർത്തുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിന്റെ എല്ലാ ഭാഗത്തും എന്താണ്, പ്രൈസിനെ താങ്ങി നിർത്തിയിരുന്നു. ആൻഡ് വൺസ് നിങ്ങൾ നോക്കുക,
ഈ താങ്ങി നിർത്തിയ ആ ലൈൻ താഴോട്ടൊന്ന് പൊട്ടിയപ്പോ പ്രൈസ് ഫുള്ളായിട്ട് എന്ത് ചെയ്തു? താഴോട്ടേക്ക് ഇടിഞ്ഞു വീണു. കാണുന്നുണ്ടോ? താഴോട്ടേക്ക് പ്രൈസ് ഇടിഞ്ഞു വീണു. അപ്പോ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഒരു, അതായത് ഈ ഒരു ക്യാൻഡിൽസ് കണ്ടോടാ, ഈ ഒരു ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള കുറച്ച് ക്യാൻഡിൽസ് മേലോട്ടോ താഴോട്ടോ പെട്ടെന്ന് വന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രീൻ ക്യാൻഡിൽസ് ഹ്യൂജ് ആയിട്ട് വന്നു അല്ലെ? ആ ഹ്യൂജ് ആയിട്ട് വന്നതിന് ശേഷം ഞാൻ ഒന്ന് വൈറ്റ് സ്ക്രീനിലേക്ക് കാണിച്ചുതരാം. ഇത് ചാർട്ട്സ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് സ്ക്രീനിലേക്ക് മാറിയിട്ട് കാണിച്ചുതരാം. അപ്പൊ നമ്മളിപ്പോ കറന്റ്ലി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഒന്ന് നമ്മൾ പറഞ്ഞു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാല് ഇങ്ങനെ മാത്രം ഇതിന്റെ ഉള്ളിൽ മാത്രം രണ്ട് ലൈൻസ് നേരെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ മാത്രം വരുന്നതല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ വരാം? ഇങ്ങനെ 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 മേലേക്ക് പോകുന്ന ഒരു ഐറ്റം ഇങ്ങനെയും വരക്കാം, നമുക്ക് ഇങ്ങനെയും വരക്കാം. ഏത് രീതിയിലും പ്രൈസിനെ താങ്ങി നിർത്തുന്നതും അടിച്ചിടുന്നതുമായിട്ടുള്ള എല്ലാ ലൈൻസിനും നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അത് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് തിങ് നമുക്ക് പഠിക്കാൻ പറ്റാവുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ആദ്യം ഒരു സിമ്പിൾ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാല്, ചാർട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട്, എന്താണ്, ചാർട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ശ്രദ്ധിച്ചതിന് ശേഷം ചാർട്ട്സില് ഇപ്പോ ഇങ്ങനെ മേലോട്ട് കുറച്ച് നല്ല രീതിക്ക് ക്യാൻഡിൽ പെട്ടെന്ന്, അതായത് പതിയല്ല, പെട്ടെന്ന് നല്ല കുത്തനെ ഒരു മേലോട്ട് കയറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, വീണ്ടും ശ്രദ്ധിക്കുക. ചാർട്ടില് ഇങ്ങനെ പയ്യെ പയ്യെ എഴഞ്ഞെഴഞ്ഞ് ഇങ്ങനെ പയ്യെ പയ്യെ മേലോട്ട് പോകുന്നതല്ല, കുത്തനെ ഇതുപോലെ കുത്തനെ മേലോട്ട് ചാർട്ടിൽ എവിടെയെങ്കിലും വന്നിട്ട് ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഈ കുത്തനെ മേലോട്ട് കയറിയതിനു ശേഷം ഈ ചാർട്ട് എന്ത് ചെയ്യും അറിയാമോടാ? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ പെട്ടെന്ന് കയറിപ്പോയ ഒരു ചാർട്ട് ആണെങ്കിൽ ആ ചാർട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാല് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, ഇവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട്, അതായത് മേലോട്ട് പോണോ താഴോട്ട് പോണോ, മേലോട്ട് പോണോ താഴോട്ട് പോണോ, മേലോട്ട് പോണോ താഴോട്ട് പോണോ എന്നുള്ള രീതിയിൽ സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് രണ്ട് ഡയറക്ഷൻ, ഒന്നില്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതായത് മേലോട്ട് പോണോ താഴോട്ട് പോണോ, മേലോട്ട് പോണോ താഴോട്ട് പോണോ, മേലോട്ട് പോണോ താഴോട്ട് പോണോ, ഈ ഒരു സംഭവം ഒന്നില്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ മേലോട്ട് ബ്രേക്ക് ചെയ്യും. മേലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബൈ. താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ സെൽ ഓപ്പർച്യൂണിറ്റി. ആൻഡ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ താഴോട്ട് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, താഴോട്ട്, അതായത് ഞാൻ വീണ്ടും പറയുന്നു, എങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്? ഒരു സ്റ്റോക്ക് നിങ്ങൾ രാവിലെ നോക്കുമ്പോൾ പെട്ടെന്ന് കുതിച്ചുയർന്നതായിട്ട് ചാർട്ടിൽ കണ്ടു. കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ മേലോട്ടും താഴോട്ടും, മേലോട്ടും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല, മേലോട്ടും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല എന്നുള്ള രീതി റെസ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും ആ സ്റ്റോക്കിന്. കൺസോളിഡേഷൻ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഒന്നില്ലെങ്കിൽ മേലോട്ട് ബ്രേക്ക് ആവും, എന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അതായത് മേലോട്ട് പോയ ട്രെൻഡ് തന്നെ മേലോട്ട് വീണ്ടും പോവും. അല്ലെങ്കിൽ ഈ റെസ്റ്റിന് ശേഷം മാർക്കറ്റ് ഡിസൈഡ് ചെയ്യും, ഇത്രയും മേലോട്ട് പോയതല്ലേ, ഇനി ഇത് തിരിച്ചിറങ്ങാന്നുള്ള രീതിക്ക് താഴോട്ട് ഇറങ്ങി പോകും. ഈ ഒരു ഈ ഒരു സംഭവം നിങ്ങൾ മുതലെടുത്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, അതായത് മാർക്കറ്റിനെ സെല്ല് ചെയ്യണം. ക്ലിയർ? ഇൻ കേസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ടാണ് പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടുന്ന് ബൈ ചെയ്യണമായിരുന്നു. ആൻഡ് അഗെയിൻ നമ്മൾക്ക് എന്ത് ചെയ്യുക? ചാർട്ടിലേക്ക് പോയിട്ട് അതൊന്ന് കാണിച്ചു തരാം. ചാർട്ടിലേക്ക് പോയിട്ട് ആൻഡ് വീണ്ടും ഈ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. വൈവി ഇങ്ങനെ ആവാം, മനസ്സിലായോ? ഇങ്ങനെ ആവാം. എന്നിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴോട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്താൽ മതി.
താഴേക്ക് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്താൽ മതി. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ചാർട്ടിലേക്ക് പോയിട്ട് വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യാം ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കുത്തനെ ഒരു കണ്ടോ, നിങ്ങൾ ബാക്കി ഈ ചാർട്ടിൽ നോക്കിയടാ, ബാക്കി ഈ ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പയ്യല്ലേ ഇവിടെയൊക്കെ മൂവ്മെന്റ്സ് വന്നിരിക്കുന്നത്, വളരെ സ്ലോ മൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പൾസീവ് ആയിട്ട് കുത്തനെ ഒരു മൂവ്മെന്റ് കാണാൻ പറ്റും അല്ലെ. ആ കുത്തനെ മൂവ്മെന്റിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെസ്റ്റിംഗ് ഫേസ് വന്നു, ആ ചാർട്ടിന് ഒരു റെസ്റ്റിംഗ് ഫേസ് വന്നു. ആ റെസ്റ്റിംഗ് ഫേസ് ആണ് ഇത്, ആ റെസ്റ്റിംഗ് ഫേസ് ആണ് ഇത്. ഓക്കെ, ആ റെസ്റ്റിംഗ് ഫേസ് ആണ് ഞാൻ ഈ പറഞ്ഞ ഈ ഐറ്റം. ആൻഡ് ദെൻ റെസ്റ്റിംഗ് ഫേസിന് ശേഷം ലാസ്റ്റ് എന്ത് സംഭവിച്ചു, ആ റെസ്റ്റിംഗ് ഫേസ് എൻഡ് ചെയ്തു. എൻഡ് ചെയ്തത് ഇവിടെ വെച്ച് എൻഡ് ചെയ്തു. താഴോട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് പോയി, താഴോട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് പോയി. ആൻഡ് ഇവിടെ ഇമ്പൾസീവ് മൂവ്മെന്റ് എവിടെയായിരുന്നു, ഇമ്പൾസീവ് മൂവ്മെന്റ് ഇവിടെയായിരുന്നു ഇമ്പൾസീവ് മൂവ്മെന്റ്. ആൻഡ് ഇതായിരുന്നു അതിന്റെ റെസ്റ്റിംഗ് മൂവ്മെന്റ്. ആ റെസ്റ്റിംഗ് മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് ഡിസൈഡ് ചെയ്തു വി ഹാവ് ടു, ഇത്ര നേരം മാർക്കറ്റിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല, സ്ലോ ആയി. അതിനുശേഷം മാർക്കറ്റ് ഡിസൈഡ് ചെയ്തു താഴോട്ട് പോവാന്ന് പറഞ്ഞിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്തു. ഇതാണ് ഒരു എക്സാമ്പിൾ, ഒരു സ്ട്രാറ്റജിയാണ്. എന്ത്, ആദ്യം നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൊമെന്റം കണ്ടുപിടിക്കാം, അതിനുശേഷം റെസ്റ്റിംഗ് പീരീഡിലേക്ക് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ആ റെസ്റ്റിങ്ങിന് ശേഷം മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് ബൈ ഓർ സെൽ ചെയ്യുക. ഓക്കെ, ടൈമിംഗ് എങ്ങനെ സെറ്റ് ആക്കണ്ടേ, ടൈമിംഗ് എങ്ങനെ സെറ്റ് ആക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മേലിൽ കണ്ടോ, ഇവിടെ ടൈംസ് ഉണ്ട്, മേലിൽ വിസിബിൾ ആണോ, 5 മിനിറ്റ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്. അപ്പോ ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റും 15 മിനിറ്റും ഈ രണ്ട് ഐറ്റം ആയിരിക്കും ഞാൻ കൂടുതൽ സ്റ്റോക്സിൽ പ്രിഫർ ചെയ്യുന്നത്. 5 മിനിറ്റും 15 മിനിറ്റും ഈ രണ്ട് ഏരിയാസ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്, 5 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സ്. ക്ലിയർ ആണോ? ഇതിൽ ആർക്കെങ്കിലും രണ്ടാമത് എന്തെങ്കിലും ചോദിക്കേണ്ട ഐറ്റംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, വി കൻ ക്ലാരിഫൈ ആൻഡ് മൂവ് ഓൺ. ആർക്കെങ്കിലും എനിത്തിങ് ക്ലിയർ ആണോ? അല്ലെങ്കിൽ ചാറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് എങ്ങനെ ചാർട്ടിൽ കണ്ടുപിടിക്കുന്നേ? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. Actually, 1 second. Remember chart. കണ്ടുപിടിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് വെരി ക്വിക്ലി. എന്ത് കാരണം നമുക്കുണ്ട്. ഞാൻ ജസ്റ്റ് ഫോറക്സ്, ഫോറിൻ മാർക്കറ്റ്സിന്റെ ചാർട്ട്സ് ഒന്ന് അനലൈസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫോറിൻ മാർക്കറ്റ്സിന്റെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് അതിൽ എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരക്കാം ഞാൻ ജസ്റ്റ് സിംപ്ലി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അതിൽ 15 മിനിറ്റ്സ് ആക്കി കൊടുക്കുന്നുണ്ട്, ടൈമിന്റെ ഇന്റർവെല്ലിൽ 15 മിനിറ്റ്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ഗൈസ്, അടിപൊളി, നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു ട്രെൻഡ് കണ്ടുപിടിക്കുക, ഇവിടെ ട്രെൻഡ് വന്നിട്ടുണ്ട്. എവിടെയാണ് ഇവിടെ ഒരു ട്രെൻഡ് വന്നിരിക്കുന്നത്? ഇവിടെ ഒരു ട്രെൻഡ് വന്നു, മേലിലേക്ക് ഒരു ട്രെൻഡ് വന്നു. നൗ അതിന്റെ റെസ്റ്റിംഗ് ഫേസിലാണിത്. ഓക്കെ, ഇത് റെസ്റ്റിംഗ് ഫേസിലാണ്. ഇനി ഈ റെസ്റ്റിംഗ് ഫേസിൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് അറിയോ? ലൈൻസ് വരച്ചു കൊടുക്കുക. അതായത് ഇതിന്റെ സപ്പോർട്ട്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, സപ്പോർട്ട്സ് ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അതും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. സെക്കൻഡ്, ഇതിനെ നമുക്കൊരു ബോക്സിന്റെ ഉള്ളിലേക്ക് ആക്കാം. ഇങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, അപ്പോ റൈറ്റ് നൗ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്നാണ് ഈ സ്റ്റോക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് നൗ ഈ സ്റ്റോക്കിന്റെ ഉള്ളിൽ നിന്നാണ് ബോക്സിന്റെ ഉള്ളിൽ നിന്നാണ് സ്റ്റോക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കറന്റ്ലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? താഴോട്ട് ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലെ? ഇവിടെയാണ് ഇപ്പൊ സ്റ്റോക്ക് വന്ന് നിൽക്കുന്നത്. അപ്പൊ താഴോട്ട് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിന്റെ താഴേക്ക് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റും. കണ്ടോ? ഇവിടെ നമ്മൾ ആദ്യം ഒരു ട്രെൻഡ് കണ്ടുപിടിച്ചു, ട്രെൻഡിന് ശേഷം ബോക്സ് കണ്ടുപിടിച്ചു, ബോക്സിന് ശേഷം ഈ ഒരു ലെവല് ബ്രേക്ക് ആവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ മാർക്കറ്റ് വിൽ ഗോ ഡൗൺ. ആൻഡ് ഇതിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈ ബോക്സ് ആണ്. ഇപ്പോ റൈറ്റ് നൗ ഇതിന്റെ ഉള്ളിലത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ആൻഡ് നമ്മൾക്ക് ഇവിടെ താഴോട്ട് ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദിസ് സ്റ്റോക്ക് മൈറ്റ് ബി ഗോയിങ് ഡൗൺ. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞടാ, നമുക്ക് കൂടുതൽ ഷോർട്ട് സെല് ചെയ്യാം. Okay. ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ക്ലിയർ ആണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് പറയാ ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? എങ്ങനെ? എന്താ പറഞ്ഞത്? മൈക്ക് ഓൺ ചെയ്തവര് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യുക. ഞാനത് കേട്ടിരുന്നില്ല, ഇത്ര നേരം ഞാൻ മ്യൂട്ടിലായതുകൊണ്ട് ഞാൻ കേട്ടിരുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. അപ്പൊ നമുക്കിനി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഈ സ്റ്റോക്ക് താഴോട്ട്, കണ്ടോ? ഓൾറെഡി ഇത് താഴോട്ട് ഇടിഞ്ഞു തുടങ്ങി. ഓക്കെ, താഴോട്ട് ഇടിഞ്ഞു തുടങ്ങി, കണ്ടോ? ആൻഡ് ഇത് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷനിൽ ഇനി എന്താണ്? താഴോട്ട് ഇനിയും പോവുമെന്നാണ് എക്സ്പെക്ടേഷൻ. ആൻഡ് ഇറ്റ് മൈറ്റ് ഗോ. നമ്മുടെ എക്സ്പെക്ടേഷൻ എപ്പോഴും റൈറ്റ് ആവണമെന്നില്ല അല്ലെ? റൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, റോങ് ആവുന്ന സമയത്ത് നമ്മളുടെ ലോസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ബിഗ് തിങ്. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് വീണ്ടും വരാം. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഫസ്റ്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായോ? ഈസിയസ്റ്റ് സ്ട്രാറ്റജിയാണ്, മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഈസിയസ്റ്റ് സ്ട്രാറ്റജിയാണ്. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ അത് പ്രോപ്പർ റിസ്ക് റിവാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും ഫോർ ഷുവർ. അപ്പോ റിസ്ക് റിവാർഡും കാര്യങ്ങളും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത കമ്മിങ് സെഷൻസിൽ പഠിക്കാം. അപ്പോൾ എന്റെ ഒരേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇത്ര എടുത്തത് ബിഗിനേഴ്സിനോടാണ് എന്റെ കൂടുതൽ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓർ ആർ യു സ്റ്റക്ക്? യെസ് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യും. യെസ് 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 യെസ്. ബ്രോ സെയിം തിങ് ഓപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഏത് മാർക്കറ്റിലും വർക്ക് ആവോ? യെസ്, ഏത് മാർക്കറ്റിലും. ഞാനിപ്പോ ആദ്യം കാണിച്ചത് ഇന്ത്യൻ മാർക്കറ്റ് ആണ്, ഇപ്പൊ കാണിച്ചത് എന്താണ്? ഫോറിൻ മാർക്കറ്റ് ആണ്. സോ ഇത് ഏത് മാർക്കറ്റിലും അപ്ലൈ ആവും. പക്ഷെ നിങ്ങൾ ഇത് ബ്ലൈൻഡ്ലി എടുക്കരുത്. കാരണം കുറച്ച് കൺഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ മേലിൽ നമുക്ക് എടുക്കാനുണ്ട്. അപ്പൊ അതൊന്നും ഒറ്റ ഒരു സൂം സെഷൻസിൽ ബിഗിനേഴ്സിനോട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും പറഞ്ഞു പോകുന്നത്.
അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റാം. സ്വിംഗ് ആണെങ്കിൽ ഐ ഡോണ്ട് റിയലി നോ, ബട്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു 1 hour ആൻഡ് എബവ് ഉള്ള ടൈം ഫ്രെയിം നോക്കാൻ പറ്റും. 4 hour 1 hour ഒക്കെ. ഇന്ന് കെയ്ൻസില് ഇതല്ലേ നടന്നു. കെയ്നസ് എന്താ സംഭവം? ഓക്കെ, എനിവേസ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി ആണ്. കാരണം ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ ചിലപ്പോ കുറച്ച് എന്തുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. ബട്ട് ദെൻ ഐ ഹോപ്പ് ഇത് കുറച്ചും കൂടി ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1 minute ആവുമ്പോ ഇത് മാറില്ലേ? നമ്മൾ 1 minute ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം എടുക്കേണ്ട ഒരു ടൈം ഫ്രെയിം 5 minute ആണ്. അതല്ലെങ്കിൽ നെക്സ്റ്റ് 15 minutes എടുക്കാം. 1 minute ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മിനിറ്റ് ആണ് 1 minute. ഓക്കെ, സോ നമ്മളുടെ ഇവിടുത്തെ ഒരു രീതി പ്രകാരം ഐ വിൽ ഗോ ഫോർ ബിഗിനേഴ്സ് ആണെങ്കിൽ പേടിക്കണ്ട. ഞാൻ മേ ബി ഇവിടുന്ന് ഒരു 1% ഷോട്ട് എടുത്തിട്ട് ഷംനാസ് ബാക്കിയുള്ളവര് സ്ക്രീനിൽ പ്ലീസ് കളിക്കരുത്. ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. ഞാൻ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ എടുക്കാനാണ് ഇവിടെ ചാൻസ്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 30 minutes 30. ഗൈസ് പ്ലീസ് ഡോണ്ട് ഡ്രോ, പ്ലീസ് ഡോണ്ട് ഡ്രോ. ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. ഐ ക്യാൻ സെൽ സ്റ്റാർട്ടിങ് ഇവിടുന്ന് സെൽ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് എനിക്ക് മിനിമം ടു മിനിമം ഐ തിങ്ക് നമുക്ക് ഇവിടെ വരെയൊക്കെ സെല്ല് മിനിമം എടുക്കാൻ പറ്റും. ഇവിടെ വരെയൊക്കെ വിച്ച് ഈസ് റിസ്ക് റിവാർഡ് റേഷ്യോ 1:4.5 മേലിലാവും. ഓൾറെഡി ഇതുണ്ടോ ചാർട്ട് ബ്രേക്ക് ആയി ഗൈസ്, കണ്ടോ? ചാർട്ട് ഓൾറെഡി ബ്രേക്ക് ആയി, കണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ കാണാം ചാർട്ട് ബ്രേക്ക് ആയി. ആൻഡ് ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ആൻഡ് എപ്പോഴും ടാർഗറ്റിന് മുമ്പ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ടാർഗറ്റ് അല്ല ഇമ്പോർട്ടന്റ്. കാരണം മാർക്കറ്റ് എപ്പോ വേണമെങ്കിലും റിവേഴ്സ് ആവാം, നമ്മളുടെ പ്രഡിക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പോവാം. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ ഫസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ തിങ്. സോ സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. ദെൻ ലെറ്റ് മാർക്കറ്റ് ഡു ദ തിങ്സ് റെസ്റ്റ്. ഓക്കെ, ഓ താങ്ക് യു ഗൈസ്. ഐ തിങ്ക് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കുക, ടാർഗറ്റ് എങ്ങനെയാണ് വെക്കുക എന്നൊക്കെയുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കുറച്ചധികം പറയേണ്ട ഏരിയാസ് ആണ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ്. ഓക്കെ, സോ എനിവേസ് ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ജോയിനിങ് ദ ക്ലാസ്. താങ്ക് യു ഗൈസ്, ഗുഡ് നൈറ്റ്. അടുത്ത സെഷന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം. ഓക്കെ, ബൈ ഗൈസ്.